ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമായിട്ട് ഒരു ഫുൾ വീഡിയോ ഇടുന്നത്. ഞാൻ ലീവിന് വന്നപ്പോൾ തൊട്ട് അച്ചു പറയുന്നതാ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും എന്തുവാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് വർക്കല വരെ പോകാമെന്ന് വിചാരിച്ചു. അവൾക്ക് ബീച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. കൊച്ചിനെ കൊണ്ട് ബീച്ച് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ അവളുടെ അനിയത്തി എൻ്റെ കസിന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ബസ്സൊക്കെ കയറി പോകുന്ന റിസ്ക് ആണല്ലോ. സോ ട്രെയിൻ കയറി അവിടെ തന്നെ ഇറങ്ങാമല്ലോ എന്നുള്ള പ്ലാനിങ് ഞങ്ങൾ ട്രെയിൻ കയറി കേട്ടോ. ട്രെയിൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ലോക്കലിനാണേലും അങ്ങ് വരെ ഇരുന്ന് പോകാനുള്ള സീറ്റ് കിട്ടി. എന്തോ ഭാഗ്യത്തിന്, സാധാരണ അങ്ങനെ കിട്ടേണ്ടതല്ല. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. കൊല്ലത്തോട്ടുള്ള റൂട്ടായതുകൊണ്ട് മൊത്തം വെള്ളം കളികളാണല്ലോ. പിന്നെ ഞങ്ങൾ കൊല്ലത്തെത്തി, കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ വർക്കല ബീച്ചിലേക്കാണ് പ്ലാൻ ചെയ്ത് വന്നത്. സോ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഫുഡൊന്നും കിട്ടിയില്ലല്ലോ. സോ കുറേ ബസ് സ്റ്റോപ്പ് എല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ. അവിടെ നിന്ന് തന്നെ നമുക്ക് വർക്കല ബീച്ചിലേക്കുള്ള ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഹോട്ടലിൽ കയറി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ഉറക്കക്ഷീണമുണ്ട്. എല്ലാം കൂട്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവൾ എന്നെ നോക്കി ഇങ്ങനെ കളിയാക്കുക, എങ്ങോട്ട് പോയാലും വീഡിയോ തന്നെയാണെന്ന് പറഞ്ഞ്. പിന്നെ എല്ലാവരും ഓരോന്ന് എന്തൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഇടിയപ്പം ഓർഡർ ചെയ്തു. കുറേ നമുക്ക് ചേട്ടോ ഇടിയപ്പം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വലിയ ചൂടുമില്ല. കോട്ടയത്ത് വെച്ച് നോക്കുമ്പോൾ കൊല്ലത്ത് അത്ര ചൂടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് എങ്ങനെ ചോദിച്ചു ബസ് എങ്ങോട്ടാണ് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ആ അമ്പലത്തിൻ്റെ പേര് ശിവഗിരി എന്ന് പറയുന്ന അമ്പലം കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ സൈഡൊക്കെയാണ്. അമ്പലത്തിലോട്ട് കയറിയില്ല, കാരണം നമ്മൾ ബീച്ചിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് അമ്പലത്തിലോട്ട് പോയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പം ബീച്ച് എത്തി കേട്ടോ. ബീച്ച് എനിക്ക് തോന്നുന്നു ബീച്ചിൽ ഇറങ്ങിയിട്ട് അത്ര എനിക്ക് ചൂടായിട്ട് തോന്നിയില്ല. ആലപ്പുഴ ബീച്ചിലൊക്കെ പോകണമെങ്കിൽ നല്ല ചൂടായിരിക്കും. നമുക്ക് അവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല ഈ ഉച്ച സമയത്തൊക്കെ. പിന്നെ നമ്മൾ ചെന്ന സമയം എന്തോ മഴക്കാരൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് അത്ര വെയിലും ഇല്ലായിരുന്നു. പിന്നൊന്നും പറയണ്ട, പിന്നെ വെള്ളത്തിക്കളികളായി. അച്ചു ആണെങ്കിൽ ഞങ്ങൾ അച്ചുവിനെ ഒരു മത്സ്യകന്യൊക്കെ ആക്കി മാറ്റി, കൊച്ചിൻ്റെ സന്തോഷം. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കളിച്ച് ആകെ അലമ്പായി, മൊത്തം ദേഹത്ത് മണ്ണൊക്കെ ആയി. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവളുടെ അനിയത്തിക്ക് ഒരു ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അവൾ ഫുള്ള് നനഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി. നല്ല റേറ്റ് കേട്ടോ അവർ പറയുന്നത്. ഞങ്ങൾ പിന്നെ ബാർഗെയിൻ ചെയ്ത് 2 ഡ്രസ്സ് എടുത്തു. പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് റിട്ടേൺ പോകും. അപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. വിശന്ന് പണ്ടാരം അടങ്ങി. അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ചെന്ന് ഞങ്ങൾ ഇത് വാങ്ങിച്ചു, ഷവായി റൈസ് വാങ്ങിച്ചു, അത് കഴിച്ചു. ഇനി തിരിച്ചു പോകാൻ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. തിരിച്ച് അങ്ങോട്ട് സീറ്റ് കിട്ടുമെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ. എന്തോ പയ്യത്തിന് സീറ്റ് കിട്ടിയില്ല. കുറേ ദൂരം അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഈ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പ് അവസാനിച്ചു. ഇനി നേരെ എങ്ങനെയാലും വീട്ടിൽ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.